ഈശോ പറഞ്ഞു, ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സുവിശേഷം മുഴുവനിലും മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിട്ടില്ല. ഈശോ പറഞ്ഞ വലിയ രഹസ്യങ്ങളിലൊന്നാണ്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈശോ രോഗശാന്തി നൽകുന്നവൻ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈശോ മനുഷ്യവർഗത്തെ മുഴുവനും പുതിയ സൃഷ്ടിയാക്കുന്നതിന് വേണ്ടിയാണ് ഈശോ വന്നത്. പാപം ക്ഷമിക്കുന്നതിനും രോഗശാന്തി നൽകുന്നതിനും മാത്രമല്ല, ഒരു മനുഷ്യ ജീവിതത്തെ പുത്തൻ സൃഷ്ടിയാക്കി മാറ്റും. അത് ഈശോയുടെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സർവാധിപനാം കർത്താവെ എല്ലാം പാടിക്കഴിയുമ്പോഴുള്ള പ്രാർത്ഥന ഇതാണ്: കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മുടെ ഈ ശരീരം യേശുവിൻ്റെ ഉത്ഥാനത്തിൽ ഇവിടെ വെച്ച് തന്നെ സംബന്ധപ്പെടുന്നു എന്നതാണ്. ലാസറിൻ്റെ സഹോദരിമാർ വലിയ കരച്ചിലായിരുന്നു. പെട്ടെന്ന് ലാസറിന് അസുഖമായി. ലാസറിൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു സുഹൃത്താണ് യേശു. ലാസറിൻ്റെ സഹോദരിമാർ ഉടനെ യേശുവിന് ആളയച്ചു. ആ വാഹകനോട് അവർ പറഞ്ഞു, നീ പോയിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുവേ, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ഉടനെ യേശു വന്ന് അവനെ സുഖപ്പെടുത്തും എന്ന് വിചാരിച്ചു. പക്ഷേ യേശു വന്നില്ല. കാരണം ഈശോയ്ക്ക് മറ്റൊരു വലിയ രഹസ്യം വെളിപ്പെടുത്താനുണ്ടായിരുന്നു. ഈശോ വന്നിരിക്കുന്നത് രോഗശാന്തി നൽകാൻ വേണ്ടി മാത്രമല്ല എന്നും, മനുഷ്യരെ പുതിയ സൃഷ്ടിയാക്കാനും മനുഷ്യർക്ക് ഉത്ഥാനത്തിൻ്റെ അനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ വെളിപ്പെടുത്തും? ഇത് വെളിപ്പെടുത്തണമെങ്കിൽ ഒരാൾ മരിക്കണം. ഒരാൾ ഉയർക്കണമെങ്കിൽ അവൻ എന്ത് വേണം? അവൻ മരിക്കണം. അപ്പോൾ മരണം എന്നത്, അതുകൊണ്ടാണ് മറ്റു സ്ഥലത്തെല്ലാം ഈശോ പറയുന്നത് അവൻ ഉറങ്ങുകയാണ്. ദൈവത്തെ സംബന്ധിച്ച് മരണം എന്നത് ഒരു ഉറക്കമാണ്. ദൈവം ആരെയും മരിച്ചവരായിട്ട് കാണുന്നില്ല. കാരണം ദൈവത്തിന് ഏത് സമയവും ഒരു വ്യക്തി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവും ശരീരവും വേർപെടുന്നു. ആത്മാവ് ദൈവത്തിലേക്ക് ചെന്നുപെടുന്നു. ആത്മാവ് മരിക്കുന്നില്ല. ശരീരം ഇപ്പോൾ അഴുകപ്പെടുന്നുവെങ്കിലും അന്ത്യദിനത്തിൽ ഉയർത്ത് ഈ ആത്മാവിനോട് ചേരും. ഇത് യേശുവിന് വ്യക്തമാക്കി കൊടുക്കണം. അതിനുവേണ്ടി തൻ്റെ സ്വന്തം സുഹൃത്തായ ലാസറിനെ ഒരു കരുവാക്കുകയായിരുന്നു. ലാസറിന് രോഗം വരുത്തി. ലാസർ മരിക്കാൻ പോകുന്നു. സഹോദരിമാരാളയച്ചു. ഈശോ വന്നില്ല. ലാസർ മരിച്ചു. ലാസറിനെ അടക്കി. 4-ാം ദിവസമായപ്പോൾ ഇതാ ഈശോ വന്നിരിക്കുന്നു. അപ്പോൾ ഈ സഹോദരിമാരെല്ലാം നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. അയ്യോ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിന്റെ സഹോദരൻ ഉയർക്കും. അപ്പോൾ മാർത്ത പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം. അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെ വലിയ വിശ്വാസമല്ലേ? നമ്മളിൽ എത്ര പേർക്ക് ഈ വിശ്വാസമുണ്ട്? നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം പ്രഖ്യാപിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ശരീരം അഴുകും. എന്നാൽ ഈ അഴുകുന്ന ശരീരം അഴുകാത്ത അനശ്വരമായ ആത്മീയ ശരീരമായി ഉയർത്തെഴുന്നേൽക്കും. പലരും അപ്പോൾ ചോദിക്കുന്നു, അപ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേറ്റാൽ ഇത് എവിടെ നിൽക്കും? ശരീരമല്ല അവിടെ ഉണ്ടാകുന്നത്, ഒരു ആത്മീയ ശരീരമാണ്.
ഇപ്പോഴുള്ള ശരീരം പോലെ അല്ല, അത് ആത്മീയ ശരീരമായിരിക്കും. നമ്മളെല്ലാവരും ഉയർക്കും. അത് ഈശോ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നിന്റെ സഹോദരൻ ഉയർക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് ഈശോ പറയുന്ന വലിയ ഒരു വചനം, വലിയൊരു രഹസ്യം: ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ ഞാനാകുന്നു. അതാ അവൾക്ക് വലിയ ഒരു അറിവാണ്. അന്ത്യദിനത്തിൽ പുനരുത്ഥാനം നൽകുന്നവനാണോ ഈ എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നത്? ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ വിശ്വാസം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള ജീവിതമാണ്. ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ശക്തിയിലൂടെയാണ് അന്ത്യദിനത്തിലും ഉത്ഥാനം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ തന്നെ ഞാനാകുന്നു ജീവന്റെ അപ്പം എന്ന് പറയുന്നത്, ആൽഫായും ഒമേഗായും എന്ന് പറയുന്നത്, ആദിയും അന്തവും എന്ന് പറയുന്നത് ആ ഈശോ ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. മാർത്ത പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഈശോ പറഞ്ഞു, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? അങ്ങനെ ഈശോ അവരുമായിട്ട് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും മാർത്ത പറയാണ്, അയ്യോ കർത്താവേ, ഇപ്പോ 4-ാം ദിവസമായി, ശരീരം ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. ഇതെല്ലാം പറയുന്നത് വലിയൊരു രഹസ്യം മനസ്സിലാക്കിയ 4-ാം ദിവസം ശരീരം അഴുകും. അതുകൊണ്ടാണ് ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. ഈശോയുടെ ശരീരം അഴുകാൻ വിട്ടുകൊടുത്തില്ല. എന്നാൽ ഇവിടെ ഈശോ നമുക്ക് തരുന്നത്, നിന്റെ ശരീരം അഴുകും, അഴുകിയാലും ഞാൻ അതിനെ പുനരുദ്ധരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആരാണ് ഈശോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ജീവൻ തന്നെയായ ദൈവം തന്നെയാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ വീണ്ടും ഈശോ അവളോട് ഓർമ്മപ്പെടുത്തി, മാർത്ത, മാർത്ത, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഓ, എന്തോ ഒരു വലിയ രഹസ്യമാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റി. അതായത് അവൾ വിശ്വസിക്കുകയാണ്, മരിച്ച് 4 ദിവസമായി ചീഞ്ഞ ഈ ശരീരമുള്ള അവളുടെ സഹോദരൻ ലാസർ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൾ വിശ്വസിക്കുകയാണ്. അതാണ് ക്രിസ്തീയ വിശ്വാസം. ഈശോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം. ഈശോ നിത്യരക്ഷകനാണ്, എന്നാൽ അതേസമയം ഈശോ നിത്യപുരോഹിതനുമാണ്. ഈശോ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വലിയൊരു അടയാളമാണ് ഇവിടെ കാണുന്നത്. ഈശോ, പിതാവേ, അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. ഈശോയുടെ വാക്കുകളാണ്. അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ ജനം മുഴുവനും വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഇതാ മരിച്ച് ചീഞ്ഞ ലാസർ പുറത്തു വരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ലാസർ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് രോഗശാന്തി മാത്രമല്ല വേണ്ടത്, നമ്മുടെ ജീവിതം യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി നമുക്ക് ദാഹിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങാണ് പുനരുത്ഥാനവും ജീവനും. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ആ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കത് സ്വീകരിക്കാം. പ്രാർത്ഥന പനിനീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ
ശാന്തി നിറയും ഹൃദയത്തിൽ. ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾക്കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോയെ, അങ്ങ് അരുളി ചെയ്തല്ലോ, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഈ വലിയ രഹസ്യം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. ഈ വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നതിനാണല്ലോ അങ്ങ് അത്ഭുതകരമായ സംഭവം നടത്തിയത്. തൻ്റെ സുഹൃത്തായ ലാസർ, തൻ്റെ ആത്മസുഹൃത്തായ ലാസറിനെ രോഗബാധിതനാക്കുകയും മരിക്കുകയും ചെയ്തത് അവന് ഉയർപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, അങ്ങയുടെ സർവാധിപത്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ആരാധിച്ച് പ്രാർത്ഥിക്കാം. സർവാധിപനാം കർത്താവേ എന്ന് പാടുമ്പോൾ ഈശോ സർവാധിപനാണെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്ക് ചേർത്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ആത്മാക്കളും മനുഷ്യരെല്ലാവരും വിശ്വസിക്കട്ടെ, ഈശോ സർവാധിപനാണ്. ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. ഈശോ പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു പുനരുത്ഥാനം. ആ ബോധ്യത്തോടുകൂടി നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇത് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സർവാധിപനാം കർത്താവേ, ഇതാ നമ്മുടെ കൂടെ. ആ സർവാധിപനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കുന്നു. ഈ ആരാധനയിൽ, ഈ സക്രാരിയിൽ, ഈ അരളിക്കയിൽ വസിക്കുന്നു.
സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. വീണ്ടും പാടി നമുക്ക് സ്തുതിക്കാം. കർത്താവിന്റെ സർവാധിപത്യത്തെ, കർത്താവിന്റെ സർവാധിപത്യത്തെ പുലർത്തിക്കൊണ്ട് നമിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോ സർവാധിപനാണെന്ന് ലാസറിന്റെ ഭവനത്തിൽ വെച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. മരിച്ച് 3 ദിവസം കഴിഞ്ഞ്, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അടക്കപ്പെട്ടു. ശരീരം ചീഞ്ഞ അവസ്ഥയിൽ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന കർത്താവ് ലാസറിന്റെ സഹോദരിമാരുടെ കണ്ണുനീരൊപ്പിയെടുത്ത് മാറ്റിക്കൊണ്ട്, നിന്റെ സഹോദരൻ പുനരുദ്ധരിക്കും, നിന്റെ സഹോദരൻ ഉയർക്കും. ഇതാ അവർ നോക്കി നിൽക്കേ, ഇതാ അവർ നോക്കി നിൽക്കേ. മരിച്ച ചീഞ്ഞ ശരീരമുള്ള ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, പിതാവേ, അങ്ങ് എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. വിശ്വസിക്കുക. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചീഞ്ഞളിഞ്ഞ അവസ്ഥകൾ എന്ത് തന്നെ ആയാലും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർത്ത, മാർത്ത, നീ വിശ്വസിച്ചാൽ മാത്രം മതി. നീ വിശ്വസിക്കൂ. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഓ കർത്താവേ, വരുവിൻ നമുക്ക് ഏറ്റു പറയാം. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങാണ് പുനരുത്ഥാനം. അങ്ങ് തന്നെയാണ് അന്ത്യദിനത്തിൽ വരുന്ന പുനരുത്ഥാനം. അങ്ങ് വന്നിരിക്കുന്നത് ആ പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തം നൽകിക്കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും പുതിയ സൃഷ്ടിയാക്കുന്നതിനാണ്. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടായാലും, അവ ചീഞ്ഞളിഞ്ഞ അവസ്ഥയായാലും, അതിനെല്ലാം പുനരുദ്ധരിക്കുന്ന കർത്താവ് ഇതാ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഈശോ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഭയാനകമായ അവസ്ഥയിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുന്നു. ഈശോ നമ്മുടെ ഭവനത്തിലുണ്ട്. ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, 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 അങ്ങന്റെ പ്രാർത്ഥന കേൾക്കും. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. മരിച്ച് 4 ദിവസമായി ചീഞ്ഞ ശരീരമുള്ള ലാസർ പുറത്തു വന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം മാറട്ടെ. ലാസറേ പുറത്തു വരിക. മാറാ രോഗങ്ങൾ മാറട്ടെ. തളർവാദ രോഗികൾ എഴുന്നേൽക്കട്ടെ. ലാസറേ പുറത്തു വരിക. മാനസിക രോഗങ്ങൾ മാറട്ടെ. എല്ലാ അവസ്ഥകളിലേക്കും ലാസർ അനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, മാതാപിതാക്കളും മക്കളുമായുള്ള അവസ്ഥയിൽ, അമ്മായിയമ്മയും മരുമോളുമായുള്ള അവസ്ഥയിൽ ലാസറേ പുറത്തു വരിക. പുത്തൻ ശക്തി, പുതുജീവൻ, പുതിയ സൃഷ്ടി, സകലത്തെയും നവീകരിക്കുന്ന അവിടുത്തെ ശക്തി നിറയട്ടെ. സകലത്തെയും നവീകരിക്കുന്ന അവിടുത്തെ ശക്തി പ്രസരിക്കട്ടെ.
പ്രസരിക്കട്ടെ. അല്ലമറഹ 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 ഉറൂലംബറഹീരിയ ഉറൂലംബറഹീരിയ ഹീരിയലബല. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ ശിക്ഷിക്കുന്ന ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കുകയും നീതീകരിക്കുകയും ഞങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സർവാധിപ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സർവാധിപ ശക്തി, അങ്ങ് സകലത്തിന്റെയും നാഥനാണ്, അങ്ങ് സർവാധിപനാണ്. അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പാടി സ്തുതിക്കാം, നമുക്ക് പാടി സ്തുതിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം രക്ഷാസംഘവും അഭയ കേന്ദ്രവും. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, കർത്താവിന്റെ സർവ്വപ്രതാപത്തെ നമുക്ക് പുകഴ്ത്താം. കർത്താവ് സർവാധിപനാണ്, കോട്ടയും വിമോചകനും, എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ 18-ാം സങ്കീർത്തനമാണ്, വിജയഗീതമാണ്. ദാവീദ് രാജാവ് വിജയം പ്രാപിച്ചപ്പോഴെല്ലാം പാടിയിരുന്ന ഗീതമാണിത്. എന്നാൽ ഇതിൽ നമുക്ക് ഈശോ വിജയിച്ചിരിക്കുന്നു, ഈശോ സകലത്തിന്റെയും മീതെ വിജയിച്ചിരിക്കുന്നു, ഈശോ പിശാചിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഈശോ പാപത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഈശോ മരണത്തിന്മേൽ വിജയം സ്ഥാപിച്ചിരിക്കുന്നു. എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം രക്ഷാസിംഹവും അഭയ കേന്ദ്രവും. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹിച്ചുകൊണ്ട്, സർവാധിപനായ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടാം. സർവാധിപനായി കർത്താവ്, സകല സൃഷ്ടികളെയും നവീകരിക്കുന്ന കർത്താവ്, സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന കർത്താവ്, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും അവയെല്ലാം തൂവെള്ള പോലെയാക്കുന്ന കർത്താവ്, നിന്റെ സകല രോഗങ്ങളും സകല വ്യാധികളും മരിച്ച് ചീഞ്ഞ അവസ്ഥയിൽ പോലും ഉയർപ്പിക്കുന്ന കർത്താവ്. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എന്റെ പരിചയം എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും. ഒരിക്കൽ കൂടി പാടിക്കൊള്ളവേ. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് നിന്റെ നല്ല ഇടയനും, ഞാനാണ് വാതിൽ, ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി. ആ ഈശോ ഇതാ നമ്മോട് കൂടെ, ആ ഈശോ ഈ ആരാധനയുടെ നമ്മുടെ കുടുംബത്തിൽ, ആ ഈശോ നമ്മൾ ഓരോരുത്തരെയും സ്പർശിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വരുവിൻ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടിക്കൊണ്ടൊരിക്കൽ കൂടി. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എന്റെ പരിചയം എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയം രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും. കർത്താവേ,
നമുക്ക് മുട്ടുകുത്താം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ